നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 10 വർഷം ഭരിച്ചിട്ട് ജനം പുറത്തെറിഞ്ഞവർ പുതിയ സർക്കാരിനെതിരെ ഇല്ലാക്കഥ മെനയുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരളമാകെ UDF തരംഗമുണ്ടായപ്പോഴും ശക്തി കേന്ദ്രമായ ഗുരുവായൂർ നഷ്ടപ്പെട്ടത് പരിശോധിക്കണമെന്നും മുരളീധരൻ. ഒല്ലൂർ റെയിൽവേ മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ പുറത്തുവന്ന നിലയിൽ മഴയത്ത് നടത്തിയ അറ്റകുറ്റപ്പണി പ്രഹസനമായതായ ആരോപണം. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. റെയിൽവേ ഗുഡ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 13 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാനക്കാരെ എക്സൈസ് സംഘം പിടികൂടി. സംസ്ഥാനത്ത് കാലവർഷം സജീവം. ജില്ലയിലെ ഡാമുകളുടെ ജലനിരപ്പ് ഉയരുന്നു. പൂമല ഡാമിന്റെ സ്പിൽവേ ഷട്ടർ തുറന്നു. വടക്കാഞ്ചേരിയിൽ പോലീസ് വാഹനത്തിന് പിഴയിട്ട സംഭവം. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടറുടെ ഔദ്യോഗിക വാഹനം വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. MVI ബിജു ഒളിവിലെന്ന് സൂചന. ഫിഫ ലോകകപ്പിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. തുടർച്ചയായ 3-ാം തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയം സ്പെയിനെ നേരിടും. പാലപ്പള്ളി ചക്കിപ്പറമ്പ് മലമ്പതി ഉന്നതിയിൽ വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. മേഖലയിൽ 1 മാസത്തിനിടെ പുലി കൊന്നത് 2 പശുക്കളെയും 9 വളർത്തുനായ്ക്കളെയും. വാർത്തകൾ വിശദമായി. 10 വർഷം ഭരിച്ചിട്ട് ജനം പുറത്തെറിഞ്ഞവർ ഇപ്പോൾ പുതിയ സർക്കാരിനെതിരെ ഇല്ലാക്കഥ മെനയുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. കോൺഗ്രസ് നേതാവായിരുന്ന KS ദാസൻ അനുസ്മരണം ചാവക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളമാകെ UDF തരംഗമുണ്ടായപ്പോഴും ശക്തി കേന്ദ്രമായ ഗുരുവായൂർ നഷ്ടപ്പെട്ടത് പരിശോധിക്കണം. 10 വർഷം അടികൊണ്ടവർ പുറത്തു നിൽക്കുമ്പോൾ എല്ലാ സുഖങ്ങളും അനുഭവിച്ചവർക്ക് വേണ്ടി ചില നേതാക്കൾ ശുപാർശയുമായി വരികയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. TV ചന്ദ്രമോഹൻ, C ഗോപപ്രതാപൻ, KV ഷാനവാസ്, C മുസ്താഖ് അലി, അരവിന്ദൻ പല്ലത്ത്, CV സുരേന്ദ്രൻ, A അലാവുദ്ദീൻ, KD വീരമണി തുടങ്ങിയവർ സംസാരിച്ചു. 10 വർഷം അടിയും തൊഴിയും കൊണ്ടവർ ഇരിക്കുമ്പോ നമ്മുടെ ചില നേതാക്കന്മാർ ഇപ്പോഴും ശുപാർശ ചെയ്യുന്നത് ആ 10 വർഷക്കാലം എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചവരെയാണ് ഇപ്പൊ ആജീവനാന്ത കോൺഗ്രസിന്റെ ആസ്ഥാന ഗായകന്മാരായിട്ട് ഇപ്പൊ പ്രഖ്യാപിക്കുന്നത്. ഞാൻ 1-2 പേരോട് ചോദിച്ചു, നിങ്ങൾ 10 വർഷം എന്നെ സമീപിച്ച ചിലരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ 10 വർഷം വല്ല ത്യാഗവും സഹിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ജോലി കിട്ടി? നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗിയെ ഗേറ്റിൽ തടഞ്ഞ താൽക്കാലിക ജീവനക്കാരനെ അടിയന്തരമായി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. മുൻ MLA ശുപാർശയിൽ നിയമിക്കപ്പെട്ടയാളാണ് ഈ ജീവനക്കാരൻ. രോഗിയുടെ ECG കൃത്യം 7:20 എടുത്തിരുന്നതായും ഗേറ്റിൽ തടഞ്ഞതൊഴിച്ചാൽ മറ്റ് വീഴ്ചകൾ പ്രാഥമികമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംഭവത്തിൽ അഡീഷണൽ DHS, DMO, HOD, സൂപ്രണ്ട് എന്നിവരോട് അടിയന്തരമായി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പഞ്ചായത്ത് പരിധിയിലെ ഹെൽത്ത് സെന്ററുകളിൽ സാമ്പത്തിക തടസ്സമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ ചികിത്സാ വീഴ്ചകളിൽ കർശന നടപടി തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആകെ ഉണ്ടായ ആക്ഷേപം അദ്ദേഹത്തിന് ഗേറ്റിൽ തടഞ്ഞു നിർത്തിയതാണ്. അപ്പോൾ അതനുസരിച്ച് അവിടെ തടഞ്ഞു നിർത്തിയ സ്റ്റാഫിനെ പിരിച്ചുപോയി. അത് ഡെയിലി വേജസുകാരനാണ്. കഴിഞ്ഞ MLA ശുപാർശ എടുത്ത ആളാണ്. അയാളെ പിരിച്ചുപോയി. മറ്റു കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അഡീഷണൽ DHS, DMO, അവിടുത്തെ HOD, ഹോസ്പിറ്റൽ സൂപ്രണ്ട് 4 അംഗങ്ങളെ ചുമതലപ്പെടുത്തി അവരോട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടു. ഒല്ലൂർ റെയിൽവേ മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ പുറത്തുവന്നു. മഴയത്ത് നടത്തിയ അറ്റകുറ്റപ്പണി പ്രഹസനമായതായി ആരോപണം. തൃശൂർ കോർപ്പറേഷനിലെ എടക്കുന്നി, തൈക്കാട്ടുശ്ശേരി ഡിവിഷനുകളെ ബന്ധിപ്പിക്കുന്ന ഒല്ലൂർ റെയിൽവേ മേൽപ്പാലത്തിലാണ് അപകടം പതിയിരിക്കുന്നത്. കനത്ത മഴയിൽ പാലത്തിലെ കോൺക്രീറ്റ് ഇളകിപ്പോയതുമൂലം കമ്പികൾ അപകടകരമായ വിധം പുറത്തുവന്ന നിലയിലാണ്. ഇരുവശങ്ങളിൽ പാകിയ കട്ടകളും ഇളകിയതോടെ ഇവിടെ മിക്കപ്പോഴും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പാലത്തിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴിയറിയാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. ഉയർന്നു നിൽക്കുന്ന കമ്പികളിൽ തട്ടി വാഹനത്തിന്റെ ടയറുകൾ പഞ്ചറാകുന്നുവെന്നും യാത്രക്കാർ പറഞ്ഞു. വാഹനയാത്രികരുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം ശക്തമായതോടെ അധികൃതരെത്തി കോൺക്രീറ്റ് ഇട്ട് താൽക്കാലിക കുഴിയടയ്ക്കൽ നടത്തിയെങ്കിലും ഒറ്റ മഴയിൽ തന്നെ സിമന്റ് മുഴുവൻ ഒഴുകിപ്പോയി മെറ്റൽ മാത്രമായി.
നേരത്തെയും പാലത്തിൽ ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെട്ട് കമ്പികൾ പുറത്തു വന്നിരുന്നു. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ പാലത്തിന് കുലുക്കം അനുഭവപ്പെടുന്നതായും സമീപവാസികൾ പറയുന്നു. പാലം പൂർണ്ണമായി കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ കോർപ്പറേഷൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും വാഹനയാത്രികരുടെയും ആവശ്യം. TCV തൃശൂർ. തൃശൂർ റെയിൽവേ ഗുഡ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 13 കിലോ കഞ്ചാവുമായി 2 പേരെ എക്സൈസ് സംഘം പിടികൂടി. ഒഡീഷ സ്വദേശികളായ നിരാകർ നാഗ്, ശാന്ത ഗാംഗുലി എന്നിവരെയാണ് തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പിടിച്ചെടുത്ത കഞ്ചാവിന് ഏകദേശം 30 ലക്ഷം വില വരുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രവീൺ കുമാർ, G ഗിരീഷ്, NR രാജു, പ്രിവന്റീവ് ഓഫീസർമാരായ PB സിജോമോൻ, നിതിൻ മാധവൻ തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ ദിവാൻജി മൂലയിൽ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. അർണാട്ടുകര സ്വദേശി ഹുസൈനാണ് പിടിയിലായത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് ഇയാൾ പിടിയിലായത്. ലോട്ടറി കടയിൽ നിന്നും 2 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ VJ റോയി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, TK കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. സംസ്ഥാനത്ത് കാലവർഷം സജീവം. കാലവർഷം ശക്തമായതോടെ തൃശൂർ ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പൂമല ഡാമിന്റെ സ്പിൽവേ ഷട്ടർ തുറന്നു. അഭിജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഴ കനക്കുകയാണ്. കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പും ഉണ്ട്. ജില്ലയിലെ ആദ്യ ഡാം തുറന്നിരിക്കുകയാണ്. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ഇത് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പൂമല ഡാമിൻ്റെ 4 ഷട്ടറുകളിൽ രണ്ടാമത്തെ ഷട്ടർ 1/2 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് ഉയർത്താൻ സാധ്യതയുണ്ട്. അതേസമയം മഴ ശമിക്കുകയാണെങ്കിൽ ഷട്ടർ അടയ്ക്കാനും സാധ്യതയുണ്ടെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മളെ അറിയിക്കുകയുണ്ടായി. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ സാന്നിധ്യത്തിലാണ് പൂമല ഡാമിൻ്റെ ഷട്ടർ തുറന്നത്. 29 അടി വരേക്ക് നമുക്ക് വെള്ളം പിടിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 28 ആയപ്പോൾ തന്നെ പെട്ടെന്ന് ഒറ്റയടിക്ക് വെള്ളം തുറന്നു വിടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് 0.5 ഷട്ടർ ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. മഴ കുറയുകയാണെങ്കിൽ അത് ഉടനെ താത്താനും കഴിയും. പുഴയ്ക്കൽ തോട് വഴിയാണ് വെള്ളം പോവുക. എല്ലാ സ്ഥലത്തും ജാഗ്രത പാലിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നേരത്തെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇത് കാണാനും മറ്റുമായി ഇവിടേക്ക് എത്തുന്നുണ്ട്. മഴ കൂടുതൽ ശക്തമാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജില്ലയെ സംബന്ധിച്ച് പീച്ചി, വാഴാനി, ചിമ്മിനി, ഒപ്പം തന്നെ അസുരംകുണ്ട്, പത്താഴക്കുണ്ട് ഡാമുകളാണ് മറ്റ് ഡാമുകളായിട്ടുള്ളത്. ഒപ്പം കേരള ഷോളയാർ ഡാമും. ഇവിടങ്ങളിലെ ജലനിരപ്പ് മഴ ശക്തമാകുന്നതിനനുസരിച്ച് ക്രമാതീതമായി ഉയരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പരമാവധി കപ്പാസിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. നിലവിൽ ജില്ലയിലെ ആദ്യ ഡാമിൻ്റെ ഷട്ടർ തുറന്നത് പൂമലയിലാണ്. ക്യാമറമാൻ ആഷിഖ് വെല്ലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. മാന്നാമംഗലം കൊളാങ്കുണ്ടിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി റോഡിൽ വീണു. ക്ഷീരസംഘം ഓഫീസിന് സമീപമാണ് മരം വീണത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി. മഴ ശക്തമായതോടെ മനക്കൊടി പുള്ളു റോഡ് വെള്ളത്തിൽ മുങ്ങുമെന്ന ആശങ്ക ഉയർന്നു. ഈ റോഡിലെ താഴ്ന്ന ഭാഗം ഉയർത്തണമെന്ന കാലങ്ങളായുള്ള ആവശ്യം അവഗണിക്കപ്പെട്ടതാണ് റോഡിനെ വീണ്ടും വെള്ളക്കെട്ട് ഭീഷണിയിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ പതിവ് ആവർത്തിച്ചാൽ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന മനക്കൊടി പുള്ളു റോഡ് ഇത്തവണയും ആഴ്ചകളോളം അടച്ചിടേണ്ടി വരും. എല്ലാ വർഷവും മഴക്കാലത്ത് ഈ റോഡിൽ 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം കയറാറുണ്ട്. തുടർന്ന് അധികൃതർ ഗതാഗതം നിരോധിക്കും. കഴിഞ്ഞ വർഷം 1 മാസത്തിലേറെ റോഡ് വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. എല്ലാ വർഷക്കാലത്തും 2 മാസക്കാലം വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെ ഗതാഗത സ്തംഭനം, വലിയ അപകടങ്ങൾ നടക്കുന്നൊരു ഏരിയയും കൂടിയാണ്. പുള്ളിൽ നിന്നും തൃപ്രയാറിന്നും കോടന്നൂരിൽ നിന്നും അമ്മാടത്തുനിന്നും അങ്ങനെ ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നൊരു മേഖല കൂടിയാണ്. അപ്പോൾ ഈ മേഖലയിലെ എല്ലാ യാത്രാ ദുരിതങ്ങളും തുടങ്ങാനുള്ള അവസരമാണ് ഈ മഴക്കാലം വരുന്നത്. ഏറ്റവും പ്രസക്തമായുള്ള കാര്യം, ഈ പുള്ള് മനക്കൊടി റോഡ് ഒരു 1/2 മീറ്ററെങ്കിലും ഉയർത്തിയാൽ ഈ ദുർഘടമായിട്ടുള്ള ഈ അവസ്ഥ മാറും. അത് ജനങ്ങൾക്ക് മുഴുവൻ വലിയ ഉപകാരമാവുന്നൊരു കാര്യമാണ്. നിരവധി സന്ദർശകരെത്തുന്ന പുള്ള് കുട്ടവഞ്ചി സവാരി കേന്ദ്രവും താമരപ്പാടവും ഉള്ളത് ഈ റോഡിന്റെ സമീപത്താണ്. മാത്രമല്ല പാറളം, ചാഴൂർ, താന്യം പഞ്ചായത്ത് നിവാസികളെ ജില്ലാ ഭരണ ആസ്ഥാനവുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡും ഇതാണ്. റോഡിലെ താഴ്ന്ന ഭാഗം 1/2 മീറ്റർ ഉയർത്തി പുനർനിർമ്മിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണ് നാട്ടുകാരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും പഞ്ചായത്ത് അധികൃതരും ഇടപെട്ടിട്ട് പോലും PWD അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നത്.
അരുമ്പൂർ പഞ്ചായത്തിലെ മനക്കൊടിയിൽ നിന്ന് പുള്ളിലേക്കുള്ള ഈ റോഡ് എല്ലാ വർഷവും വെള്ളം കയറി 2 മാസത്തോളം ഗതാഗതം മുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എല്ലാ വർഷവും റോഡ് ഉയർത്തി ടാറിങ് നടത്താമെന്ന് പറയാറുണ്ടെങ്കിലും അതിപ്പോഴും വനരോധനങ്ങളായി മാറുകയാണ്. ഇത്തവണയെങ്കിലും റോഡ് ഉയർത്തി 1/2 മീറ്ററോളം ഉയർത്തി ഇതിലൂടെയുള്ള യാത്ര മുടങ്ങാത്തൊരു സ്ഥിതി ഉണ്ടാക്കണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. മനക്കൊടി പുള്ളി റോഡിൽ നിന്നും ക്യാമറാമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover a variety there. La Crème de la Fraîcheur. French Diary Ice Creams. A Taste Factory. കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എടാ, അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി പോലീസിന്റെ വാഹനം പിടികൂടിയ വെഹിക്കിൾ ഇൻസ്പെക്ടർ കൃത്യനിർവഹണത്തിനായി ഉപയോഗിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനം വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നിട്ടും പിഴയിട്ട തൃശൂർ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ PV ബിജുവിന്റെ വാഹനമാണ് കസ്റ്റഡിയിലെടുത്തത്. ഇൻഷുറൻസും പൊല്യൂഷനും ഇല്ലെന്ന് കാട്ടി വെഹിക്കിൾ ഇൻസ്പെക്ടർ ഫൈൻ ഇട്ടത് 4,000 രൂപയായിരുന്നു. പോലീസ് പട്രോളിങ്ങിനിടെ ഉത്രാളിക്കാവിന് സമീപത്ത് വെച്ചായിരുന്നു MVD ഉദ്യോഗസ്ഥർ പോലീസ് വാഹനം പിടികൂടിയത്. പോലീസ് വാഹനത്തെ തടഞ്ഞായിരുന്നു MVD ഉദ്യോഗസ്ഥർ വാഹനം പിടികൂടിയത്. എന്നാൽ പിന്നീടുള്ള പരിശോധനയിൽ വാഹനത്തിന് ഇൻഷുറൻസ് ഉള്ളതായി കണ്ടെത്തി. പോലീസ് കേസെടുത്തതിനു ശേഷം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജു ഒളിവിലാണെന്നാണ് സൂചന. പാലപ്പള്ളി ചക്കിപ്പറമ്പ് മലമ്പതി ഉന്നതിയിൽ വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. ഉന്നതിയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കൂട് സ്ഥാപിച്ചത്. പ്രദേശത്ത് 4 ട്രാപ്പ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനിടെ കുണ്ടായി ചക്കിപ്പറമ്പ് മേഖലയിൽ 2 പശുക്കളെയും 9 വളർത്തുനായ്ക്കളെയും പുലി കൊന്നിരുന്നു. ആദിവാസികളും തോട്ടം തൊഴിലാളികളും താമസിക്കുന്നയിടത്താണ് പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നത്. പുലിയെ പേടിച്ച് രാത്രികളിൽ പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടുമ്പോഴാണ് പുലിശല്യവും പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നത്. തൃശൂരിൽ സ്വകാര്യ ബസ്സടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. മടവാക്കര സ്വദേശി മുല്ലയ്ക്കപ്പറമ്പിൽ വീട്ടിൽ 69 വയസ്സുള്ള ദിവാകരനാണ് മരിച്ചത്. വ്യാഴാഴ്ച പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിൽ അയ്യന്തോളിലേക്ക് തിരിയുന്ന ജംഗ്ഷനിലായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ദിവാകരനെ കുന്നംകുളത്തുനിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്തതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കോടതി അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സുവോളജിക്കൽ പാർക്ക് തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 3-ാം നമ്പർ കോടതിയാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയിലാണ് കോടതി പുതിയ റിപ്പോർട്ട് തേടിയത്. ഈ മാസം 16-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിൽ നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ച് നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധി ബാങ്കിലില്ലെന്നും മുൻ ഭരണസമിതി ചെയർമാനും നഗരസഭാ ചെയർമാനുമായ MP ജാക്സൺ. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MP ജാക്സൺ. 390 കോടി രൂപ ബാങ്കിന്റെ പക്കൽ സുരക്ഷിതമായുണ്ട്. കിട്ടാക്കടങ്ങൾ വേറെയും 442 കോടി മാത്രമാണ് കൊടുത്തു തീർക്കാനുള്ളത്. 165 കോടി രൂപ റിസർവായി വെച്ചിട്ടാണ് 50 കോടിയുടെ നഷ്ടം കാണിച്ചത്. 3 മാസത്തിനുള്ളിൽ നിക്ഷേപകർക്ക് 500 കോടി മടക്കി നൽകാൻ കഴിഞ്ഞതായും ജാക്സൺ പറഞ്ഞു. ഏകപക്ഷീയമായി ഭരണസമിതി പിരിച്ചുവിട്ട നടപടിയിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
മറ്റു ബാങ്കുകളുമായുള്ള ലയനം നിയമപരമായി നടക്കില്ലെന്നും ഉയർന്ന ശമ്പളം പ്രതീക്ഷിക്കുന്ന ചില ജീവനക്കാരാണ് ലയനമെന്ന ആശയം പ്രചരിപ്പിക്കുന്നതെന്നും MP ജാക്സൺ പറഞ്ഞു. തന്റെയും സ്ഥാപനങ്ങളുടെയും പേരിൽ 2 കോടി രൂപ ബാങ്കിൽ നിക്ഷേപമുണ്ട്. പ്രശ്നമുണ്ടെങ്കിൽ തനിക്ക് പിൻവലിക്കാമായിരുന്നു. 3 സമരങ്ങൾ ബാങ്കിന് മുന്നിൽ നടത്തിയിട്ടും മികച്ച ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ തന്നെ നഗരസഭയിൽ അധികാരത്തിലേറ്റി. 1300 കോടി രൂപയുടെ നിക്ഷേപം ബാങ്കിലെത്തിയത് തന്നോടുള്ള വിശ്വാസം കൊണ്ടാണ്. 1 വർഷത്തെ അന്വേഷണത്തിന് ശേഷവും തന്റെ പേരിൽ ഒരു പിഴവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ക്രൈംബ്രാഞ്ചിനെയും വിജിലൻസിനെയും കൊണ്ട് അന്വേഷിപ്പിക്കാമായിരുന്നു. RBIക്ക് ED, CBI ഏജൻസികളെയും കൊണ്ടുവരാമായിരുന്നു. ബാങ്കിന്റെ ഭരണസമിതി പുനഃസ്ഥാപിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വിഷയത്തിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്നും പ്രതിസന്ധി അധികം നീളില്ലെന്നും MP ജാക്സൺ അറിയിച്ചു. TCV ഇരിങ്ങാലക്കുട. നാട്ടികയിൽ കള്ളു കുടിച്ചതിന്റെ പണം ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ഷാപ്പ് മാനേജറെ മർദ്ദിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത കേസിലെ പ്രതികൾ അറസ്റ്റിൽ. പെരിങ്ങോട്ടുകര സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണ, നാട്ടിക സ്വദേശി പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് മിസ്ബാൻ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി സ്വദേശിയായ കൊണ്ടറപ്പശ്ശേരി വീട്ടിൽ രാജേഷിനാണ് മർദ്ദനമേറ്റത്. വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ CN എബിൻ, ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ സാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ചേലക്കര മേപ്പാടം പെട്രോൾ പമ്പിന് സമീപം സ്കൂൾ ബസും വാനും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 8 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ചേലക്കര LF സ്കൂളിലെ 8 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സിന് മുന്നിലേക്ക് വഴിയാത്രക്കാരൻ കയറിയതിനെ തുടർന്ന് ബസ് ബ്രേക്ക് ചെയ്യുകയായിരുന്നു. ഇതോടെ തൊട്ടു പിന്നാലെ വന്ന സ്കൂൾ വാനും ഓട്ടോറിക്ഷയും നിയന്ത്രണം വിട്ടിടിച്ചു. പരിക്കേറ്റവരെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് നാട്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചാകും പദ്ധതിയുടെ തുടർ നടപടികൾ. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ആദ്യ തുരങ്കപാതയായ കുതിരാൻ തൃശൂർ ജില്ലയുടെ അഭിമാനമായി തല ഉയർത്തി നിൽക്കുന്നത്. കാര്യമായ പ്രശ്നങ്ങളില്ലാതെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വെല്ലുവിളികളേറെയുണ്ടായിരുന്നു. നിർമ്മാണ വേളയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നു. പാറ പൊട്ടിക്കുന്നതിനെതിരെ പ്രാദേശികമായ എതിർപ്പുകൾ ഉണ്ടായി. എന്നാൽ അതെല്ലാം അതിജീവിച്ച് 11 വർഷത്തോളം എടുത്താണ് കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണം പൂർണ്ണമായത്. 30 മാസം കൊണ്ട് തീർക്കാൻ ഉദ്ദേശിച്ച പ്രവൃത്തിയാണ് ഇങ്ങനെ നീണ്ടത്. 2009 തുരങ്കത്തിന്റെ നിർമ്മാണത്തിന് കരാർ നൽകിയത്. എന്നാൽ 1 വർഷം കഴിഞ്ഞാണ് നിർമ്മാണം ആരംഭിച്ചത്. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ തൃശൂർ എക്സ്പ്രസ് വേയുടെ ഉപകരാർ ഏറ്റെടുത്ത പ്രഗതി എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ജോലികൾ തുടങ്ങിയത്. പിന്നീട് പലതവണ പണികൾ മുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പ്രഗതി കമ്പനിയെ ഒഴിവാക്കി. ദേശീയപാത കരാർ കമ്പനി തന്നെ നിർമ്മാണം പൂർത്തിയാക്കി. 970 മീറ്റർ നീളവും 10 മീറ്റർ ഉയരവും 14 മീറ്റർ വീതിയുമുള്ള 2 തുരങ്കങ്ങളിൽ തൃശൂർ ഭാഗത്തേക്കുള്ളത് 2021 ജൂലൈയിൽ തുറന്നു. 2022 ജനുവരിയിൽ പാലക്കാട് ഭാഗത്തേക്കുള്ള തുരങ്കപാതയിലും ഗതാഗതം ആരംഭിച്ചു. പഴുതടച്ച സുരക്ഷയാണ് തുരങ്കത്തിനുള്ളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ 100 മീറ്ററിലും CCTV ക്യാമറകൾ, 1200 LED ലൈറ്റുകൾ, എമർജൻസി ഫോണുകൾ, അഗ്നി സുരക്ഷാ സംവിധാനം, പൊടിപടലങ്ങൾ ഒഴിവാക്കാൻ ബ്ലോവറുകൾ, ഇതെല്ലാം കുതിരാനിലെ യാത്ര സുരക്ഷിതമാക്കുന്നു. ഇടയ്ക്കിടെ മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശമായതിനാൽ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തായി മലയിൽ ഉരുക്കുവല പതിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പാത യാഥാർത്ഥ്യമായതോടെ കുതിരാൻ വഴിയുള്ള യാത്ര മിനിറ്റുകൾ മാത്രമായി ചുരുങ്ങി. ഗതാഗത കുരുക്കുകളിൽപ്പെട്ട് മണിക്കൂറുകളെടുത്ത് കുതിരാൻ മല കയറുള്ള യാത്രയാണ് ഓർമ്മകളിലേക്ക് പിൻവാങ്ങിയത്. ന്യൂസ് ഡെസ്ക് TCV. അസാധാരണമാം വിധം മറവി ബാധിച്ച സമൂഹമായി മലയാളി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന ആശങ്ക അസ്ഥാനത്തല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തോടെ കേരളം ഇന്ത്യക്ക് വഴികാട്ടിയായി മാറിയത് എങ്ങനെയെന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ട കാലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിന്റെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം സാഹിത്യ അക്കാദമിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. കവി ഡോക്ടർ C രാവുണ്ണി, അഡ്വക്കേറ്റ് VD പ്രേമപ്രസാദ്, CR ദാസ് എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ MN വിനയകുമാർ, ഡോക്ടർ ജോൺ ജോഫി, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് V മുരളി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നാട് പിന്നിട്ട വഴികൾ, എങ്ങനെയാണ് ഇന്നത്തെ കേരളം യാഥാർത്ഥ്യമായത്, അഭിമാനത്തോടെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളം രൂപപ്പെട്ടതെങ്ങനെ എന്ന ചരിത്രത്തിൻ്റെ നാൾവഴികൾ പലരും മറന്നുപോവുകയോ അല്ലെങ്കിൽ മറന്നു കളയണം എന്ന് ചിലരൊക്കെ നിർബന്ധപൂർവം ആവശ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറവി, അസാധാരണമായ മറവി വെല്ലുവിളിയായി ഉയർന്നു വരുന്ന ഒരു കാലമാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ?
KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. വടക്കുംനാഥ ക്ഷേത്രഭൂമി ദേവസ്വത്തിന് തിരിച്ചു നൽകുന്നതിൽ ഇടപെടലുമായി ഹൈക്കോടതി. ഭൂമി നിലവിൽ ആരുടെ കൈവശമാണെന്ന് വ്യക്തമായ വിവരം ശേഖരിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഈ ഭൂമി ദേവസ്വത്തിന് കൈമാറാൻ കഴിയാത്തതിന്റെ കാരണം വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കേസ് ഓഗസ്റ്റ് 5 വീണ്ടും പരിഗണിക്കും. ഹർജിക്കാരനായ KB സുമോദിനു വേണ്ടി അഡ്വക്കേറ്റ് അനുപമ സുബ്രഹ്മണ്യൻ കോടതിയിൽ ഹാജരായി. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളികാലം. ഫിഫ ലോകകപ്പിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. ആഫ്രിക്കൻ വമ്പന്മാരായ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിൽ കടന്നത്. രണ്ടാം പകുതിയിൽ കിലിയൻ എംബാപ്പയുടെയും ഉസ്മാൻ ഡെംബലയുടെയും ഗോളുകളാണ് ഫ്രാൻസിന് ജയം സമ്മാനിച്ചത്. തുടർച്ചയായ 3-ാം തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. അവസാന 2 ലോകകപ്പുകളിലും ഫൈനലിസ്റ്റുകൾ കൂടിയായിരുന്നു ഫ്രാൻസ്. ബോക്സിൽ ഫൗൾ ചെയ്തതിന് എംബാപ്പ എടുത്ത പെനാൽറ്റി കിക്ക് മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോ തട്ടിയകറ്റിയിരുന്നു. എന്നാൽ മത്സരത്തിന്റെ 60-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്നും എംബാപ്പെ തൊടുത്ത കിക്ക് യാസിൻ ബോണോയെ മറികടന്ന് മൊറോക്കോയുടെ വലകുലുക്കി. 6 മിനിറ്റിനു ശേഷം ഡെംബലെ കൂടി വലകുലുക്കി ഫ്രാൻസിന്റെ ലീഡ് 2ആക്കി. ലോകകപ്പിലെ തന്റെ 20-ാം ഗോൾ കൂടിയാണ് എംബാപ്പെ നേടിയത്. 30 വയസ്സ് തികയും മുൻപ് 20 ഗോളുകൾ നേടുന്ന ആദ്യ താരമായി ചരിത്ര നേട്ടം കൂടിയാണ് എംബാപ്പെ ഇന്നലെ സ്വന്തമാക്കിയത്. ലോകകപ്പിൽ 20 ഗോളുകൾ തികയ്ക്കുന്ന 2ാം താരം കൂടിയാണ് എംബാപ്പെ. മെസ്സിയാണ് 20 ഗോളുകൾ തികച്ച ആദ്യ താരം. നിലവിൽ ലോകകപ്പിലെ ആകെ ഗോളുകളുടെ എണ്ണത്തിൽ 21 ഗോളുകളുമായി മെസ്സിയാണ് മുന്നിൽ. നാളെ നടക്കുന്ന സ്പെയിൻ ബെൽജിയം മത്സരത്തിലെ വിജയികളാണ് ഫ്രാൻസിന്റെ സെമിയിലെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക് TCV. ലോകകപ്പിന്റെ 2ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയം സ്പെയിനെ നേരിടും. രാത്രി 12:30 മത്സരം. ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ചത്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം സെമി ഫൈനലിൽ ഫ്രാൻസിനെ നേരിടും. മറ്റു വാർത്തകൾ നോക്കാം. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഈ മാസം 17 നടക്കും. വടക്കുംനാഥ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും വടക്കുംനാഥ ഭക്തരുടെയും കൂട്ടായ പ്രവർത്തനത്തോടെ നടത്തപ്പെടുന്ന ആനയൂട്ടിന് 50-ൽ പരം കൊമ്പന്മാർ എത്തും. 10,008 നാളികേരമാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ഉപയോഗിക്കാറുള്ളത്. 6,000-ൽ പരം നാളികേരം ഭക്തരുടെ നേതൃത്വത്തിൽ പൊതിച്ചു. പള്ളിത്തർക്കം നിലനിൽക്കുന്ന എൽത്തുരുത്ത് സെന്റ് മേരീസ് ഇടവകയിൽ മരണമടഞ്ഞ വിശ്വാസിയുടെ മൃതദേഹം അൽമായരുടെ നേതൃത്വത്തിൽ നടന്ന സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ ഇടവകക്കാരനായ തട്ടിൽ തോമസിന്റെ മകൻ പീറ്ററിന്റെ മൃതദേഹമാണ് അൽമായനായ വടക്കേതല വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ശേഷം സെമിത്തേരിയിൽ സംസ്കരിച്ചത്. തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശുശ്രൂഷ നടത്തുന്ന വൈദികനെ വിലക്കുമെന്നുള്ള ബിഷപ്പിന്റെ ഉത്തരവ് മൂലമാണ് വിശ്വാസികൾ തന്നെ സംസ്കാര ശുശ്രൂഷ നടത്തി സംസ്കരിച്ചത്. ആശ്രമ ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കും സെമിത്തേരിയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കും അൽമായനായ വർഗീസ് തന്നെയാണ് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ 48 വർഷമായി പ്രവർത്തിക്കുന്ന 520 വീട്ടുകാരുള്ള ആശ്രമ ഇടവക ദേവാലയത്തിൽ നിന്ന് ഇടവക മാറുന്നതിന് 12 യൂണിറ്റുകളിൽ 10 യൂണിറ്റും എതിരാണ്. യാതൊരു അനുമതിയും ഇല്ലാതെ ടാർപോളിൽ വലിച്ചുകെട്ടിയാണ് പുതിയ ഇടവക പള്ളി പ്രവർത്തിക്കുന്നതെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഇത് 2ാം തവണയാണ് വൈദികരില്ലാതെ വിശ്വാസികളായ അൽമായരുടെ നേതൃത്വത്തിൽ ഇവിടെ സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ വെസ്റ്റ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റും മിൽമ ചെയർമാനുമായിരുന്ന PA ബാലൻ മാസ്റ്ററുടെ 5ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. DCC ഓഫീസിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോരുകുളപ്പിൽ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, കർഷക കോൺഗ്രസ് തൃശൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോർജ് പന്തല്ലൂക്കാരൻ, ജെയിംസ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചു.
അങ്കണവാടി ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ നിർബന്ധമായും കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, ഓൺലൈൻ പ്രവർത്തനങ്ങൾക്കുള്ള ടാബ്, ലാപ്ടോപ്പ്, അനുബന്ധ ഉപകരണങ്ങൾ ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ ദിനം ആചരിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി തെക്കേ ഗോപുര നടയിൽ നിന്ന് പട്ടാളം റോഡിലെ BSNL ഓഫീസിലേക്ക് ജീവനക്കാർ മാർച്ച് നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഷീബ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് KS അജിത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുലജ പത്മനാഭൻ, MD സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. INTUC ജില്ലാ ഭാരവാഹിയായിരുന്ന P രാമൻ മേനോന്റെ 4ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. INTUC ജില്ലാ ഓഫീസിൽ നടത്തിയ അനുസ്മരണ യോഗം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. ജോൺസൺ ആവോക്കാരൻ, VA ഷംസുദ്ദീൻ, AT ജോസ്, MR രവീന്ദ്രൻ, വിജയൻ പുളിങ്കുഴി, K നളിനാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ അക്വാട്ടിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിന് അക്വാട്ടിക് കോംപ്ലക്സിൽ തുടക്കമായി. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. രാജൻ പല്ലൻ MLA അധ്യക്ഷത വഹിച്ചു. 110 ഇനങ്ങളിലെ 204ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 16 മുതൽ 19 വരെ നടക്കുന്ന സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പിനോടനുബന്ധിച്ചാണ് ജില്ലാ മത്സരം സംഘടിപ്പിച്ചത്. ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച സമാപിക്കും. ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ മത്സ്യകർഷക സംഗമവും മത്സ്യകർഷകരെ ആദരിക്കലും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 260ഓളം മത്സ്യകർഷകർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,275 രൂപ, പവന് 1,06,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 10 വർഷം ഭരിച്ചിട്ട് ജനം പുറത്തെറിഞ്ഞവർ പുതിയ സർക്കാരിനെതിരെ ഇല്ലാക്കഥ മെനയുകയാണെന്ന് മന്ത്രി K മുരളീധരൻ. കേരളമാകെ UDF തരംഗമുണ്ടായപ്പോഴും ശക്തി കേന്ദ്രമായ ഗുരുവായൂർ നഷ്ടപ്പെട്ടത് പരിശോധിക്കണമെന്നും മുരളീധരൻ. ഒല്ലൂർ റെയിൽവേ മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ പുറത്തുവന്ന നിലയിൽ മഴയത്ത് നടത്തിയ അറ്റകുറ്റപ്പണി പ്രഹസനമായതായ ആരോപണം. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. റെയിൽവേ ഗുഡ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 13 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാനക്കാരെ എക്സൈസ് സംഘം പിടികൂടി. സംസ്ഥാനത്ത് കാലവർഷം സജീവം. ജില്ലയിലെ ഡാമുകളുടെ ജലനിരപ്പ് ഉയരുന്നു. പൂമല ഡാമിന്റെ സ്പിൽവേ ഷട്ടർ തുറന്നു. വടക്കാഞ്ചേരിയിൽ പോലീസ് വാഹനത്തിന് പിഴയിട്ട സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടറുടെ ഔദ്യോഗിക വാഹനം വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. MVA ബിജു ഒളിവിലെന്ന് സൂചന. ഫിഫ ലോകകപ്പിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. തുടർച്ചയായ 3ാം തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. 2ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയം സ്പെയിനെ നേരിടും. പാലപ്പിള്ളി ചക്കിപ്പറമ്പ് മലമ്പതി ഉന്നതിയിൽ വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. മേഖലയിൽ 1 മാസത്തിനിടെ പുലി കൊന്നത് 2 പശുക്കളെയും 9 വളർത്തുനായ്ക്കളെയും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം,
കണ്ണിലെ കൃഷ്ണമണി പോലെ.